നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ ഒരുപാട് കേട്ടു ഒരു മുദ്രാവാക്യം, ഇല്ല ഇല്ല മരിക്കുന്നില്ല. ആര് പറഞ്ഞു മരിച്ചെന്ന്? ആര് പറഞ്ഞു മരിച്ചെന്ന്? ഭാരതം പറഞ്ഞിട്ടില്ലല്ലോ. വിദേശ മതമായ കമ്മ്യൂണിസം അല്ലേ പറഞ്ഞത്? ഉന്മൂലന സിദ്ധാന്തം. കുഴിച്ചു മൂടുന്നതിനെ പറ്റിയിട്ടും ഉപ്പിട്ട് കുഴിച്ചു മൂടുന്നതിനെ പറ്റിയും ഒക്കെ പറഞ്ഞത് കമ്മ്യൂണിസം അല്ലേ. ഭാരതം എന്താ പറഞ്ഞത്? നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക നചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുത. ഈ ആത്മാവിനെ ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല അർജുന എന്നാണ് യോഗേശ്വരനായ കൃഷ്ണൻ പറഞ്ഞു കൊടുത്തത്. ആത്മാവിനെ തീ കൊണ്ട് കത്തിക്കാൻ പറ്റില്ല, ആയുധം കൊണ്ട് മുറിവേൽപ്പിക്കാൻ പറ്റില്ല, കാറ്റുകൊണ്ട് ഉണക്കാൻ പറ്റില്ല, വെള്ളം കൊണ്ട് നനയ്ക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നു. വാസനകൾക്ക് അനുസരിച്ച് പുനർജന്മം ഉണ്ടാവുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പിതൃക്കൾക്ക് ബലിയിടുന്നത് നമ്മൾ വിശ്വസിക്കുന്നു. പരമ്പരകളിൽ വിശ്വസിക്കുന്നു. ഇല്ല ഇല്ല മരിക്കുന്നില്ല. പരമ്പരകളുണ്ട്, ആശയങ്ങളുണ്ട്, ചെയ്ത കർമ്മങ്ങളുണ്ട്, DNA ഉണ്ട്, ജനിതകമുണ്ട്. ഇല്ല ഇല്ല മരിക്കുന്നില്ല. ആ ചിന്തയിലേക്ക്, ആ കർമ്മങ്ങളിലേക്കൊക്കെ കമ്മ്യൂണിസവും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ വരുന്നതിലേക്ക് സന്തോഷം. ഇന്നലെ നമ്മൾ കണ്ടു, നമ്മുടെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ചിത കത്തിക്കുമ്പോൾ മകൻ കൂപ്പുകൈകളോടെ നിൽക്കുന്ന നമ്മൾ കണ്ടു. മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് മറ്റുള്ളവരൊക്കെ എറിയുന്നുണ്ടെങ്കിലും അദ്ദേഹം വിനയാന്യുതനായി ആ ഹൃദയമെടുത്ത് കൈക്കുമ്പിളിൽ പിടിച്ചു നിൽക്കുന്ന, ഭാരതത്തിന്റെ ഔപചാരികതയോടെ നിൽക്കുന്ന നമ്മൾ കണ്ടു. ചിത കത്തിക്കുന്നത് കണ്ടു. അപ്പോ ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് മതത്തിന്റെ ആചാരങ്ങളാണെന്ന് തോന്നുന്നില്ല. അപ്പോ ഭാരതീയമായ ഒക്കെയും സ്വീകരിക്കുന്നതിന് വളരെ സന്തോഷം. VSും യോഗയൊക്കെ വളരെ കൃത്യതയോടെ പാലിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നാണ് അറിവ്. ഭാരതം പറയുന്നത് ഭസ്മാന്തം ശരീരം കൃതം സ്മര എന്നാണ്. ശരീരം ഭസ്മമായി പോവും, പക്ഷേ സ്മരിക്കപ്പെടുന്നത് കർമ്മമാണ്, കൃതമാണ്. പഞ്ചഭൂതങ്ങളിലേക്ക് ശരീരം പിരിഞ്ഞു പോയാലും ചെയ്ത കർമ്മങ്ങൾ, നല്ലതും ചീത്തയും എന്തും സ്മരിക്കപ്പെടും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോ ഈ VS എന്ന് പറയുന്ന അദ്ദേഹം ചെയ്ത കർമ്മങ്ങൾ നല്ലതും ചീത്തയും ഉണ്ടാവും. ചരിത്രം അതൊക്കെയും ഓർമ്മിക്കും. 10 വയസ്സില് വസൂരി വന്ന് അമ്മ നഷ്ടപ്പെട്ടു പോയ ഒരു കുഞ്ഞ് 1 നൂറ്റാണ്ട് ജീവിച്ച് പല കർമ്മങ്ങളും ചെയ്ത് ഇന്നലെ എരിഞ്ഞ് അടങ്ങുമ്പോൾ നമ്മൾ ഈ സാധാരണ ഇങ്ങേ അറ്റത്ത് നിൽക്കുന്ന കൃമി പോലെയുള്ളവർക്കൊന്നും വിലയിരുത്താൻ യാതൊരു ആവതുമില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഈ ജീവിതം കണ്ട പലരും പറയുന്ന, പല നിരീക്ഷകരും പറയുന്ന പല കാര്യങ്ങളും വിലയിരുത്തപ്പെടേണ്ടതാണ്. 80 വയസ്സിന് ശേഷമുള്ള VS ആണ് ജനനായകനായി ഉയർത്തപ്പെട്ടത് എന്നുള്ളത് നിരീക്ഷകർ പറയുന്നുണ്ട്. അതുവരെ ഒരു സാധാ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയക്കാരനായിരുന്ന VS. നമുക്ക് അറിയാം, കേരളത്തിലെ CPM എന്ന് പറയുന്നത് CPIയും CPIയുമായിട്ട് പിരിഞ്ഞത് സ്റ്റാലിനെയും മാവോയെയും പോലുള്ള ക്രൂരന്മാരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ പിന്തുണച്ചവരാണ് CPMകാര് എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ അതാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്. പട്ടിണിക്കിട്ടും ക്രൂരമായ ക്യാമ്പുകളിൽ കൊന്നും കളഞ്ഞ ആ നേതാക്കന്മാരെ പിന്തുണയ്ക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെ ഉള്ള VS എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തു എന്നുള്ളത് വിലയിരുത്തപ്പെടും. നമുക്ക് അറിയാം, പമ്പയാറ്റിൽ മുങ്ങിത്താണുപോയ അല്ലെങ്കിൽ SFIക്കാർ എറിഞ്ഞു കൊന്ന ABVPക്കാരെ പറ്റി VS എന്തായിരുന്നു പറഞ്ഞത്? മദ്യപിച്ച് ആറ്റിൽ ചാടിയാൽ പിന്നെ മരിക്കില്ലേ എന്ന് ചോദിച്ചത് ആ കമ്മ്യൂണിസ്റ്റ് കക്ഷി രാഷ്ട്രീയക്കാരനായ VS ആയിരുന്നു. അതുപോലെ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന 12 വർഷമാണ് കേരളത്തിൽ ചോരപ്പുഴ ഒഴുക്കിക്കൊണ്ട് ഈ കൊലപാതക രാഷ്ട്രീയം അരങ്ങേറിയത് എന്ന് നിരീക്ഷകർ പറയുന്നുണ്ട്. ഇതൊക്കെ കർമ്മമാണ്, കൃതമാണ്. ഇതൊക്കെ ഓർമ്മിക്കപ്പെടും. അതുപോലെ തന്നെ VSനെ പറ്റി ഇങ്ങനെ എന്താ പറയാ, വീർപ്പിച്ച് കെട്ടിയ ഒരു ചരിത്രം പറയുന്നത് ഇന്ത്യ ചൈന യുദ്ധകാലത്ത് ഇന്ത്യൻ സൈനികർക്ക് രക്തം കൊടുത്തു എന്നുള്ളതാണ്. VS തന്നെ അത് നിഷേധിക്കുന്ന ഒരു പത്രവാർത്ത ഞാൻ കണ്ടു. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ടും എടുത്തു വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു,
KPR ഗോപാലൻ എന്ന സഹ കമ്മ്യൂണിസ്റ്റുകാരനുണ്ടാക്കിയ വെറും ഒരു പ്രൊപ്പഗണ്ട മാത്രമാണ് അത് എന്നുള്ളത് VS പറയുന്ന ആ ഒരു പത്രവാർത്ത. വളരെ ദശകങ്ങൾക്ക് ശേഷമാണ് VS ഇത് തുറന്നു പറയുന്നത്. പാർട്ടിയുടെ അച്ചടക്ക നടപടിയൊക്കെ അദ്ദേഹത്തിന് എതിരായിട്ട് ഉണ്ടായിരുന്നു പോലും. പക്ഷെ എന്തായാലും VS അത് പിൽക്കാലത്ത് നിഷേധിച്ചിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ കാണേണ്ട ഒന്നാണ് ഈ അടൽജി ഇന്ദിരാഗാന്ധിയെ ദുർഗ എന്ന് വിളിച്ചു. അദ്ദേഹം അത് പിൽക്കാലത്ത് നിഷേധിച്ചിട്ടുള്ള ഒരു പത്രവാർത്ത ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നും അത് സംവാദങ്ങളിലൊക്കെ ആൾക്കാർ പറയുന്നത് കേൾക്കാം. ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് പിന്നീട് വരുന്ന ചരിത്രത്തില് ഇതൊക്കെ ഉണ്ടാവും. ഇവർ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു, ചെയ്തിരുന്നു എന്നൊക്കെ. ഇതൊക്കെയും വെറും നിർമ്മിതികളായിരുന്നു, ചിലർ ഉണ്ടാക്കിയ പ്രൊപ്പഗണ്ട ആയിരുന്നു എന്നുള്ളത് പിന്നീട് വരില്ല. അടുത്ത തലമുറ ഇതായിരിക്കും കേൾക്കുന്നത്. അടുത്ത തലമുറ കേൾക്കുന്ന VS എന്ന് പറയുന്നത് പരിസ്ഥിതി വാദിയായ, സ്ത്രീ പീഡകരെ ഞാൻ റോഡിൽ കൂടെ ചങ്ങലയിട്ട് നടത്തും എന്ന് പറഞ്ഞ ആ VSനെയാണ്. ചെയ്തോ എന്നുള്ളത് ചരിത്രത്തിൽ വരില്ല. ആ ഒരു നിർമ്മിതി മാത്രമേ ഉണ്ടാവുള്ളൂ. സ്ത്രീ പീഡകരെ ഞാൻ റോട്ടിലൂടെ നടത്തും ചങ്ങലയിട്ട് എന്ന് പറയുന്ന കേട്ട് ദേശീയവാദിയായ ഞാൻ പോലും ഇദ്ദേഹത്തിന് വോട്ട് ചെയ്താലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അത് ചെയ്തില്ല. മൂന്നാറിലും മതികെട്ടാനിലും ഒക്കെ പോയിട്ട് പരിസ്ഥിതി ഒക്കെ ഇതാക്കാൻ പോയി. എന്നിട്ട് എന്തായി? മൂന്നാറില് ആ മണിയാശാൻ വെട്ടുകത്തി എടുത്തപ്പോ അതേപോലെ തിരിച്ചോടി. അത് നമ്മൾ കണ്ടു. പല പ്രവർത്തനങ്ങളും തുടങ്ങി വെച്ചിട്ടുണ്ട്. ഒരു ജനനായക പരിവേഷം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷെ അതിനൊക്കെയും എൻഡ് റിസൾട്ട് ഉണ്ടായിരുന്നോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ഒരു ദ്വന്ദ്വമുണ്ടാക്കി വെക്കുക. ഈ പിണറായിക്ക് ഒരു വില്ലൻ വേഷം കൊടുത്തുകൊണ്ട് ഒരു അഴിമതി അല്ലെങ്കിൽ ഒരു മുതലാളിത്ത ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഒരു ആളെന്ന നിലയ്ക്കും VS ഒരു ജനനായകനും ജനപക്ഷത്തുമുള്ള വിമത കമ്മ്യൂണിസ്റ്റ് ആയിട്ടും ഒക്കെയുള്ള ഒരു ദ്വന്ദ്വത്തിലൂടെ കേരളത്തിലൊരു രാഷ്ട്രീയ പരിതസ്ഥിതി ഉണ്ടാക്കിയെടുത്തതല്ലേ എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ചരിത്രത്തിന്റെ ഈ കുത്തിത്തിരികലുണ്ടല്ലോ, ഇത് ഞാൻ പറയാൻ കാരണം, ഇപ്പോ അശോകൻ ചരുവിൽ എന്ന് പറയുന്ന ഒരു ഹിന്ദു നാമധാരിയായിട്ടുള്ള ഒരു മനുഷ്യൻ ശ്രീനാരായണ ഗുരു ശിവഗിരിയില് പള്ളി സ്ഥാപിക്കുമായിരുന്നു, ഇപ്പോൾ അവിടെ വാങ്കുവിളി ഒക്കെ ഉണ്ടാവുമായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഇത് കണ്ടില്ലേ? വാർത്ത നമ്മൾ കണ്ടില്ലേ? അതിപ്പോ ഒരു എന്താ പറയാ, അത് ചരിത്രമായി വരും. അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നീട് വായിക്കപ്പെടും. ആര് പറഞ്ഞു, എന്ത് പറഞ്ഞു, റെഫറൻസ് ഉണ്ടോ, ഒന്നുമില്ല. എവിടുന്ന് വന്നു എന്ന് പോലും അറിയില്ല. ഇന്നിപ്പം അത് അശോകൻ ചരുവിൽ പറഞ്ഞു, നാളെ അത് ചരിത്രമാവുന്നു. അതുപോലെ മറ്റൊരു ചരിത്രത്തിന്റെ കാര്യം ഞാൻ ശ്രീ TG പറഞ്ഞത് കേട്ടത്, ഗോവിന്ദപിള്ളയും നമ്മുടെ പരമേശ്വർജിയും തമ്മിലുള്ള ഒരു കാര്യമാണ്. അവർ വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു അത്രേ. പക്ഷേ ഈ ഗോവിന്ദപിള്ള ഇതുപോലെ നാരായണ ഗുരു പ്രതിഷ്ഠിച്ചിടത്തൊക്കെയും ചന്ദ്രകലയും കുരിശും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യം എഴുതി, ഒരു പരാമർശം ഉണ്ടായി. അത് പരമേശ്വർജി പറഞ്ഞു, അത് നിങ്ങൾ പറഞ്ഞ നുണയാണ്, തെറ്റാണ്, അത് പിൻവലിക്കണം, തിരുത്തണം എന്ന് പറഞ്ഞു. ഗോവിന്ദപിള്ള പറഞ്ഞു, ശരി, ഞാൻ പിൻവലിക്കാം, നിങ്ങൾ പറഞ്ഞ ശരിയാണ്, ഞാനത് പിൻവലിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ അത് പിൻവലിച്ചില്ല. പിന്നീട് പരമേശ്വർജി അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് പിന്നീട് ബന്ധപ്പെടുകയും ഫോൺ വിളിക്കുകയൊക്കെ ചെയ്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞതല്ലാതെ ഗോവിന്ദപിള്ള അത് ചെയ്തില്ല. അതിപ്പോഴും ഏതൊക്കെയോ ഷെൽഫുകളിൽ ആ പുസ്തകമുണ്ട്. പിന്നീട് പതിപ്പുകളൊന്നും വന്നില്ലെങ്കിലും അതവിടെ ഉണ്ടാവും. ഏതെങ്കിലും ഒരു ചരിത്ര കുതുകി ഒരു മതേതര ഹിന്ദു തേടി ചെല്ലുമ്പോൾ അന്ന് നാരായണ ഗുരു ഇതിന്റെ കൂടെ ചന്ദ്രക്കലയും കുരിശും കൂടെ പ്രതിഷ്ഠിച്ചിരുന്നു എന്നുള്ളൊരു ചരിത്രം കിട്ടും. അന്ന് തിരുത്താൻ ആരുമില്ല, പരമേശ്വർജി ഇല്ല. പരമേശ്വർജിന്റെ കത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് അത് മുക്കിയിട്ടുണ്ടാവും. ചരിത്രമായി തീരുകയാണ് പിന്നീട്. ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ, ശബരിമലയില് ഈ സ്വാർത്ഥരായ അന്നത്തെ രാജാക്കന്മാരുടെ കുടുംബം കൊടുത്ത ഒരു ചെമ്പോലയും കൊണ്ട് ഒരു വ്യക്തതയുമില്ലാത്ത വാവർ എന്ന വ്യക്തിത്വത്തിന്റെ പുറകെ ഓടുകയാണ് മതേതര ഹിന്ദുക്കള്. അപ്പോ ഇതുപോലെ അവിടെ എഴുതി വെച്ചിട്ടുള്ളത് എന്താണ്? അള്ളാഹു അല്ലാത്ത ദൈവമില്ല, നൈനാർ പള്ളി എന്നോ എന്താണ് പറയുന്നത്. അപ്പോ വാവർ എന്ന അവ്യക്തമായ ഒരു വ്യക്തിത്വത്തിന്റെ പുറകെ ചരിത്രം തിരഞ്ഞ് ഓടുകയാണ് മതേതര ഹിന്ദുക്കൾ എന്ന് പറയുന്നവര്. ഈ പറയുന്ന പോലെ ഈ അശോകൻ ചെരുവിലിനൊക്കെ പോലെ ഹിന്ദു നാമധാരിയായ ആൾക്കാർ തന്നെ ഇത്തരം
ചരിത്രങ്ങൾ എവിടെങ്കിലുമൊക്കെ തിരികെ വെക്കും. അതുപോലെ ഇത് നാളെ VS രക്തം കൊടുത്തിരുന്നു എന്നുള്ളത് അതൊരു ചരിത്രമായി തീരാൻ പോവുകയാണ് എന്നുള്ളത് ഉറപ്പാണ്. കാരണം പലരും പറയുന്നത് ഞാൻ കേട്ടു, ഈ 3 ദിവസം കൊണ്ട് പലരും അത് പറയുന്നത് കേട്ടു. ഇപ്പൊ ദുർഗ എന്ന് വിളിച്ചു, വാജ്പേയി എന്നുള്ളത് ചരിത്രമായതുപോലെ, അതേപോലെ ഇതുപോലെയുള്ള കാര്യങ്ങള് പിന്നീടുള്ള തലമുറയ്ക്ക് എന്തുമാത്രം ദ്രോഹമുണ്ടാക്കി വെക്കുന്നു എന്നുള്ളത് നാം ഒന്ന് ആലോചിക്കേണ്ടതാണ്. ഏതായാലും VSനെ കുറിച്ച് പറയുന്നത് വളരെ എന്താ പറയാ, റെയർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആയിരിക്കാം, അറിയില്ല. എന്തായാലും ഒരുപാട് മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുള്ളൊക്കെ വാർത്ത കണ്ടിട്ടുണ്ട്. പിന്നെന്താണ്, അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെയാണ് VSനെ വിശേഷിപ്പിക്കുന്നത്. ഏതായാലും കമ്മ്യൂണിസ്റ്റ് എന്നുള്ളതിന് ഒരാൾ കൊടുത്ത ഒരു ഇത് വെച്ചുകൊണ്ട് ആ ഡെഫിനിഷൻ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. ദ ഓൺലി ഗുഡ് കമ്മ്യൂണിസ്റ്റ് ഈസ് എ ഡെഡ് കമ്മ്യൂണിസ്റ്റ്. രാഷ്ട്രായ സ്വഹ ഇദം നമഃ.